നമസ്കാരം. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, 10ാം ക്ലാസ്സിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ തന്നെ നമുക്ക് ബയോളജിയുടെ പോർഷൻസ് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് നോക്കാം. അപ്പോൾ ഇത് നാഡീവ്യവസ്ഥ എന്നൊരു പോർഷനാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പോർഷൻ നാഡീവ്യവസ്ഥയുടെയാണ്. നാഡീവ്യവസ്ഥയ്ക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഭാഗം പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയും മറ്റൊന്ന് പെരിഫറൽ നാഡീവ്യവസ്ഥയുമാണ്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയും മറ്റൊന്ന് പെരിഫറൽ നാഡീവ്യവസ്ഥയുമാണ്. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയും പ്രധാനമായിട്ടും ഏതൊക്കെ വരുന്നുണ്ട്? മസ്തിഷ്കവും സുഷിമ്നയുമാണ്. മസ്തിഷ്കം, സുഷിമ്ന, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വരുന്നുള്ള നാഡികളും ചേർന്നാണെന്ത് കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയും പഠിക്കാനുണ്ട്, പെരിഫറൽ നാഡീവ്യവസ്ഥയും പഠിക്കാനുണ്ട്. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ശരിക്കും എന്തൊക്കെ പഠിക്കണം? മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കണം, സുഷിമ്നയെക്കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ എൻ്റെ കൂടെ വരുന്ന എന്ത് പഠിക്കണം? നാഡികളെയും കുറിച്ച് പഠിക്കണം. സുഷിമ്ന നാഡികളെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മസ്തിഷ്കം എന്താണെന്ന് നോക്കാം. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗമാണെന്ത്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറെന്ന് പറയൽ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗമാണെന്ത്? മസ്തിഷ്കം അല്ലേ? സാധാരണ പറഞ്ഞാൽ തലച്ചോറെന്ന് പറയും. നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗമാണ് മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ മസ്തിഷ്കം എന്താണ്? തലച്ചോറ് അല്ലേ? ഇവിടെയാണ് മസ്തിഷ്കം, തലച്ചോറാണ്. അപ്പോൾ ഇതിനെ പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതെവിടെയാണ് മസ്തിഷ്കം കാണുക? നമ്മുടെ തലയോടിനുള്ളിലാണ് എന്ത് കാണപ്പെടുക? മസ്തിഷ്കം കാണപ്പെടുക. തലയോട്ടിന്ന് പറയാറില്ലേ? തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടേക്കുന്നത്. അപ്പോൾ തലയോട് അല്ലെ കപാലം എന്ന് വേറൊരു പേരുണ്ട്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു ചോദ്യം തന്നെയാണ്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, ഈ മസ്തിഷ്കത്തിനെ, തലച്ചോറിനെ പൊതിഞ്ഞിട്ട് ആരുണ്ട്? മെനിഞ്ചസ് എന്ന് പറഞ്ഞൊരു പാളിയുണ്ട്. അതിന് 3 സ്തരപാളിയാണ്. ഒരു 3 സ്തരപാളിയാണ് ആര്? മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ. മസ്തിഷ്കിനെ പൊലിഞ്ഞാര് കാണപ്പെടുന്നുണ്ട്? ഇത് മസ്തിഷ്കമാണെങ്കിൽ പൊലിഞ്ഞാരുണ്ട്? ഒരു മെനിഞ്ചസ് എന്ന് പറഞ്ഞൊരു പാളിയാണ്. അത് എത്ര പാളിയുണ്ടത്? 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ മസ്തിഷ്കത്തിനെ പൊലിഞ്ഞിട്ട് 3 സ്തരപാളിയുള്ള മെനിഞ്ചസ് എന്ന് പറയുന്നൊരു ആവരണം, ഒരു കവറിങ്. അപ്പോൾ തലയോട്ടി നമുക്കുണ്ട്. തലയോട്ടി അല്ലേ? തലയോട്ടിക്കകത്ത് ആര് കാണുന്നുണ്ട്? തലച്ചോറ് മീൻസ് മസ്തിഷ്കമുണ്ട് അല്ലേ? തലയോട്ടിക്ക് വേറൊരു പേര് കപാലം എന്നാണ് പറയുക. തലയോടല്ലേ കപാലമല്ലേ തലയോട്ടി എന്നൊക്കെ പറയും. അതിനകത്ത് ആരുണ്ട്? നമുക്ക് തലച്ചോറ്, മസ്തിഷ്കമുണ്ട്. ഈ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞാരുണ്ട്? മെനിഞ്ചസ് എന്ന് പറയുന്ന പാളി, ആവരണമുണ്ട്. അത് 3 സ്തരപാളിയാണ്. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് സിമെൻറ്റ് ഇങ്ങനെ കട്ട കെട്ടുമ്പോൾ ഇടയ്ക്ക് സിമെൻറ്റ് വെച്ചിട്ട് സിമെൻറ്റ് ജോയിൻ ചെയ്തതുപോലെ എന്തടയ്ക്കുന്നുണ്ട്? ഈ മെനിഞ്ചസിന് ഇടയ്ക്കാറുണ്ട്. ആ 3 പാളിക്ക് ഇടയ്ക്കാറുണ്ട് ഒരു സാധനം. എന്താണ്? സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. അതായത് മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും 3 പാളിയാണ് മെനിഞ്ചസ് എങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്കാരുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. അതുകൂടാതെ എവിടെയൊക്കെയുണ്ട്? മസ്തിഷ്കത്തിൻ്റെ അറകളിലും തലച്ചോറിൻ്റെ അറകളിലും ഉണ്ട് സെറിബ്രോസ്പൈനൽ ദ്രാവകം ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗമാണെന്ത്? മസ്തിഷ്കം എന്ന് പറഞ്ഞാലല്ലേ? ഇനിയും തലയോടിനുള്ളിൽ ആര് കാണപ്പെടുന്നത്? മസ്തിഷ്കം കാണപ്പെടുന്നത്, സംരക്ഷിക്കപ്പെട്ടേക്കുന്നത് അല്ലേ? പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എപ്പോഴും. അപ്പോൾ തലയോട്ടിക്കുള്ളിൽ ആര് കാണപ്പെടുക? മസ്തിഷ്കം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് ആരുണ്ട്? 3 പാളി, 3 സ്തരപാളിയുള്ള ആരുണ്ട്? മെനിഞ്ചസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഈ സ്തരപാളികൾക്കിടയ്ക്ക് ആരുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകമുണ്ട്. ഇനി ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകം എവിടെയൊക്കെയാണ്? നമ്മൾ തലച്ചോറിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മസ്തിഷ്കത്തിൻ്റെ അറകളിലുണ്ട്. അതുപോലെ എവിടെയുണ്ട്? മെനിഞ്ചസിൻ്റെ ആന്തരപാളിക്ക് ഇടയിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. സെറിബ്രോസ്പൈനൽ ദ്രാവകം. ഇനി എവിടെ നിന്നാണ് ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകം വരുന്നത് അല്ലേ? മസ്തിഷ്കത്തിൻ്റെ അറകളിലുണ്ട്. അതുപോലെ എവിടെയുമുണ്ട്? മെനിഞ്ചസിൻ്റെ ആ സ്തരപാളിക്ക് ഇടയ്ക്കുണ്ട് സെറിബ്രോസ്പൈനൽ ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ബോഡിയിൽ തലയിലേക്ക് എന്ത് വരുന്നുണ്ട്? ബ്ലഡ് വരുന്നുണ്ടല്ലോ അല്ലേ? സെറിബ്രത്തിലേക്കൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? അവിടേക്ക് വരുന്ന ബ്ലഡിൽ നിന്നുമാണെന്ത്? അവിടെ നിന്നും രൂപപ്പെടുന്നതാണെന്ത്? സെറിബ്രോസ്പൈനൽ ദ്രാവകം ഇല്ലേ? തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു. തിരികെ അവർ രക്തത്തിലേക്ക് തന്നെയാണ് പോവുക. ഇനി എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൻ്റെ ധർമ്മം, കടമ എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷകം കൊടുക്കുക, പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ശരിക്കും എന്താ ഉള്ളത്? പോഷക ഘടകങ്ങളുണ്ട്, ഓക്സിജനൊക്കെ ഇല്ലേ നമ്മുടെ ബ്ലഡിൽ. ബോഡിയിലേക്ക്, തലച്ചോറിലേക്ക്, തലയിലേക്ക് എന്ത് പോകുന്നുണ്ട്? ബ്ലഡ് വെസൽസ് പോകുന്നില്ലേ? അപ്പോൾ അതിൽ ബ്ലഡുണ്ട്. അവിടെ ആരുണ്ട്? നമ്മുടെ ശരീരഭാഗത്തുള്ള എന്ത് പോകുന്നുണ്ട്? അങ്ങോട്ട് ഓക്സിജനും പോഷണവും ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അത് എങ്ങോട്ട് മാറ്റപ്പെടുന്നവർ അവിടെ നിന്ന് എന്ത് രൂപപ്പെടുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകം രൂപപ്പെടുന്നത് അല്ലേ? ബ്ലഡ് തന്നെയാണെന്ന് കൂടി നമുക്ക് ഒന്ന് പറഞ്ഞു. അപ്പം ബ്ലഡിൽ നിന്ന് രൂപപ്പെടുന്ന ഏത്? സെറിബ്രോസ്പൈനൽ ദ്രാവകമാണ്. അപ്പോൾ എന്ത് തന്നെ അവിടെ കിട്ടുന്നുണ്ട്? ബ്ലഡിലുള്ള സംഭവം എല്ലാം അവിടെയും കിട്ടുന്നുണ്ട്. സോ എന്ത് കിട്ടുന്നുണ്ട്? മസ്തിഷ്കത്തിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്? അവിടെ നമുക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും കൊടുക്കുന്നു. ആര്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം. എന്ത് കൊടുക്കുന്നു കലകൾക്ക്? കലകൾ എന്താണ്? കോശങ്ങൾ ചേർന്നാണെന്ത്? കലകൾ അല്ലേ? മസ്തിഷ്കത്തിലെ കോശങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ പറഞ്ഞ പേരെന്താണ്? കലകൾ എന്നാണ് പറയുക. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രാവകം എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്? പോഷക ഘടകങ്ങൾ ഇല്ലേ? എല്ലാ പോഷക ഗ്ലൂക്കോസ് ഇല്ലേ? അങ്ങനെ പോഷകഘടകങ്ങൾ അതൊക്കെയല്ലേ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം പോഷക ഘടകങ്ങളും ഓക്സിജനും. പിന്നെന്താണ് ഫങ്ഷൻ? മസ്തിഷ്കത്തിലെ മർദ്ദം ക്രമീകരിക്കുക. അതുമാണ് ധർമ്മമാണ് ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൻ്റെ ധർമ്മമാണ്. എന്താണത്? മസ്തിഷ്കത്തിലെ ഉള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. കൂടാതെ മസ്തിഷ്കത്തെ എന്ത് ചെയ്യണം? ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ആരുടെ ധർമ്മം? സെറിബ്രോ സ്പൈനൽ ദ്രാവകത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നെന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും പ്രദാനം ചെയ്യുക. അടുത്തത് എന്താണ്? മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. അടുത്തത് എന്താണ്? മസ്തിഷ്കത്തെ എന്താ ചെയ്യുന്നു? ക്ഷതങ്ങളിൽ നിന്നും അല്ലേ? അപ്പോൾ ഒരു ഇടി കിട്ടുമ്പോൾ, തലയ്ക്ക് ഇടി കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ക്ഷതങ്ങളിൽ നിന്നും എന്താണ് സംരക്ഷിക്കുന്ന ആരാണ്? ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകമാണ് അല്ലേ? നമ്മൾ വെള്ളം വെച്ച് ഒരു കവറിൽ വെള്ളം വെച്ച് ഇടിച്ച് നോക്കി, അപ്പോൾ അത്ര ശക്തിയായിട്ട് പോകും, ചള്ളിപ്പോകില്ല. അതുപോലെ നമുക്ക് ആ സംരക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്ത്? 3 ഫംഗ്ഷൻ പറയുന്നുണ്ട്. ആർക്ക്? സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ അല്ലേ, നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗം കേന്ദ്ര നാഡീവ്യവസ്ഥ തന്നെയാണ്. അതിലൊരു ഭാഗമാണെന്ത്? കേന്ദ്രഭാഗം തന്നെയാണെന്ത്? മസ്തിഷ്കം എന്നല്ലേ പറഞ്ഞു. അപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആര് തന്നെയാണ്? നമ്മുടെ തലച്ചോർ അല്ലെങ്കിൽ മസ്തിഷ്കമാണ്. നമ്മുടെ ജീവിത പ്രവർത്തനം, ഇതൊക്കെ ക്വസ്റ്റ്യൻസാണ്, ബേസിക് ക്വസ്റ്റ്യൻസിന് വന്നിട്ടുള്ളത് കേട്ടോ. ജീവിത പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ത്? മസ്തിഷ്കത്തിൻ്റെ പല പല ഭാഗങ്ങൾ അല്ലേ? മസ്തിഷ്കമാണ്. അപ്പം തലച്ചോറിനകത്ത് ഇനി എന്തുണ്ട്? പല 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 ഭാഗങ്ങൾ, പല പാർട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആരാണ്? മസ്തിഷ്കമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള പല ഭാഗങ്ങളാണ്. ഏതൊക്കെ ഭാഗം നമുക്ക് നോക്കിപ്പോകാം. ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ. ഒന്ന് സെറിബ്രമാണ്. ഒന്നെന്താണ്? സെറിബ്രമാണ്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? സെറിബ്രമാണ്. മറ്റൊന്ന് സെറിബെല്ലമുണ്ട്, ദെൻ തലാമസ്. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ സെറിബ്രം എന്താണ്? അപ്പോൾ തലച്ചോറ് നമുക്കറിയാം ഇല്ലേ? മസ്തിഷ്കത്തിന് പല ഭാഗമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനവും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒന്നിച്ചു കൊണ്ടുപോവുകയും ഇല്ലേ, കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഒന്നിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം. ആരും കൂടി വേണം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് നോക്കി പോകാം. സെറിബ്രം എന്താണ് അല്ലേ? മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറഞ്ഞാൽ. അതുപോലെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്ന ഭാഗമാണെന്ത്? സെറിബ്രം. ഇവിടെ ഉണ്ട് കേട്ടോ, ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്ന ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറഞ്ഞാൽ. ഇനി സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗം കോർട്ടക്സ്. ഏറ്റവും പുറമേ ഉള്ള ഭാഗം എന്താണ്? കോർട്ടക്സ് എന്നും അകത്തെ ഭാഗം മെഡുല്ല എന്നും വിളിക്കും. സെറിബ്രം എന്ന് പറയുമ്പോഴത്തേക്കിനല്ലേ ഇത് മുൻഭാഗമാണ്, ഇത് ഭാഗം സെറിബ്രമാണ് കേട്ടോ. സെറിബ്രം ആണെങ്കിൽ ഏറ്റവും പുറമേ ഉള്ള ഭാഗം എന്താണ്? പുറമേ ഉള്ള കാണുന്ന ഭാഗം അത് ചാരനിറമാണ് ഇരിക്കുന്നത്. അതെന്താണ്? കോർട്ടക്സ് എന്ന് പറയും. അകത്തെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നുണ്ട് മെഡുല്ല എന്നും വിളിക്കും. ഇനി സെറിബ്രം ലാർജ് ഒത്തിരി വരുന്ന ഭാഗമാണെന്ന് സെറിബ്രം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കിട്ടും നമുക്ക്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇവയുടെ കേന്ദ്രമാണെന്ത്? സെറിബ്രം. ചിന്തയും ബുദ്ധിയും ഓർമ്മയും ഭാവന ഇവയുടെ കേന്ദ്രമാണെന്ത്? സെറിബ്രം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ദ്രിയാനുഭവം ഉളവാക്കുന്നു. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ് ഒക്കെ പറഞ്ഞില്ലേ, ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ ഉളവാട്ട് നമുക്ക് കണ്ണ് കാണാം അല്ലേ? സെറിബ്രത്തിന് കേടുവന്നാൽ കണ്ണ് കാണാഴിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണത്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന എൻ്റെ ഫംഗ്ഷനാണ്, ധർമ്മമാണ് അല്ലേ? നമുക്ക് കണ്ണ് കാണും എന്നുള്ള തോന്നുന്നുണ്ടാകണേ ആര് വേണം? സെറിബ്രം വേണം. ഇനിയും ഐച്ഛിക ചലനങ്ങളെ ഏകോപിപ്പിക്കും, നിയന്ത്രിക്കുന്നതിനാണ് സെറിബ്രമാണ്. ഐച്ഛിക ചലനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇഷ്ടത്തിലുള്ള ചലനങ്ങൾ അല്ലേ? നമുക്ക് നടക്കണമെന്ന് തോന്നുമ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ?
അത് ഐച്ഛിക ചലനങ്ങൾ ഇഷ്ടമനുസരിച്ച് നടക്കാൻ പറ്റും നമുക്ക്. അതാണ് ഐച്ഛിക ചലനം എന്ന് പറയുന്നത്. നമുക്ക് അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. പറഞ്ഞെങ്കിൽ മാത്രമേ കാര്യം നടക്കണം തോന്നിയാൽ നടന്നാൽ മതിയല്ലോ അല്ലേ. അതാണെന്ത്? ഐച്ഛിക ചലനങ്ങൾ. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കളും ഉണ്ട്. പിന്നെ സെറിബ്രത്തിൻ്റെ പുറമേയുള്ള ഭാഗം കോർട്ടെക്സ് ആണ്. പിന്നെ അകത്ത ഭാഗം മെഡുല്ലയാണ് അല്ലേ. ഇനി ചിന്താബുദ്ധി ഓർമ്മ, അതും ചോദ്യമാണ്. ചിന്താബുദ്ധി ഓർമ്മ ഭാവന എന്നിവ സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവം കാണിക്കുന്നു. ഐച്ഛിക ചലനം നിയന്ത്രിക്കുന്നവരാണ് സെറിബ്രത്തിൻ്റെയാണ്. അടുത്ത് നോക്കാം എന്താണ് സെറിബ്രം, സെറിബെല്ലം നോക്കാം. സെറിബ്രം, സെറിബെല്ലം. സെറിബ്രം എന്ന് പറയുന്നത് വലിയ ഭാഗമാണെങ്കിൽ സെറിബെല്ലം എന്താണ്? രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബെല്ലം എന്താണ്? രണ്ടാമത്തെ വലിയ ഭാഗമാണ്. എന്താണ്ടല്ലേ ഇവിടെ രണ്ടാമത്തെ വലിയ ഭാഗമാണെന്ത്? സെറിബെല്ലം അല്ലേ. അതായത് സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നതാണ് സെറിബെല്ലം. ദളങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഇത് കാണുമ്പോൾ ദളങ്ങളായി ഇത് സെറിബ്രമാണെങ്കിൽ താഴെ കാണപ്പെടുന്നതാണെന്ത്? സെറിബെല്ലം. അതിൻ്റെ താഴെ 2 ദളങ്ങളായി കാണുന്നതാണ് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ. അവിടെ എന്തുണ്ട്? ചുളിവുകളും ചാലുകളും ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് സെറിബ്രത്തിൽ മടക്കുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ചുളിവുകളൊക്കെ ഉണ്ട്. സെറിബെല്ലം. ഇനി നോക്കുക, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൽ തുലനനില പാലിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഇതാണ് ചോദ്യം വന്നേക്കുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന ആരാണ്? സെറിബെല്ലമാണ്. തുലനനില ടെമ്പറേച്ചറല്ല, ബാലൻസ്, തുലനനില പാലിക്കുന്ന ആരാണ്? ഈ സെറിബെല്ലമാണ്. ഇപ്പോൾ കള്ള് കുടിച്ചവരൊക്കെ കിടന്ന് ആടില്ലേ, സോ എന്തിനെ ബാധിക്കുന്ന? സെറിബെല്ലത്തെ ബാധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട് തുലനനില, ബോഡിയുടെ തുലനനില പാലിക്കുന്ന ആരാണ്? ഈ സെറിബെല്ലമാണ്. അപ്പം തുലനനില പാലിക്കപ്പെട്ട ആരാണ് ഇവിടെ? സെറിബെല്ലമാണ്. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ അതാണ്. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടതും അതുതന്നെയാണ്. ഇനി അടുത്ത് വരുന്നത് എന്താണ് നോക്കാം. തലാമസ് ആണ് കേട്ടോ. സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? തലാമസ്. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ഇവിടെ ഇനി സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണെന്ത്? എന്താ പറയുക? തലാമസിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താണ്? സെറിബ്രത്തിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഭാഗമാണെന്ത്? തലാമസ്. സെറിബ്രം വലിയ ഭാഗമല്ലേ, തൊട്ട് താഴെ കാണുന്ന ചെറിയ ഭാഗമാണ് തലാമസ് എന്ന് പറയില്ലേ. ഇനി ഇതിൻ്റെ ഫങ്ഷൻ, പ്രത്യേകിച്ചുള്ള ഫങ്ഷൻ എന്താ? അതിൻ്റെ സെറിബ്രത്തിലേക്കും അല്ലേ, ഈ സെറിബ്രത്തിലേക്കും അല്ലേ, പിന്നെന്താ അവിടെ നിന്നുമുള്ള അതിൽ നിന്നുമുള്ള ആവയങ്ങളെ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് പറയും. അതായത് ഈ സെറിബ്രം വലിയ ഭാഗമാണല്ലോ, അപ്പോൾ അവിടെയാണ് ചിന്തയുടെയും ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഭാവനയുടെയും ഒക്കെ കാര്യങ്ങളിരിക്കുക. അപ്പോൾ അവിടെ എന്ത് വേണം? എപ്പോഴും ആവയങ്ങൾ, നാഡികൾ, ആവയങ്ങൾ ചെല്ലണം എപ്പോഴും അല്ലേ. അപ്പോൾ അതിന് ആര് വേണം? ഈ തലാമസ് വേണം. അപ്പോൾ എൻ്റെ ഫങ്ഷൻ എന്താണ്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവയങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണെന്ത്? തലാമസ് അവിടെ ഇരിക്കണം. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുക? ഈ സെറിബ്രത്തിൽ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും എന്നൊക്കെ ചെയ്യുന്നതാണ് തലാമസാണ് കൊടുക്കുക. ഇനിയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. കണ്ടോ, അങ്ങനെ ഒരു വലിയ ഫങ്ഷനാണ്. ചെറിയതാണെങ്കിലും ഒരു വലിയ ഫങ്ഷൻ ഉണ്ട് അല്ലേ. എല്ലാ ഭാഗത്തു നിന്നും എപ്പോഴും ആവയങ്ങൾ നാഡികളുടെ രൂപത്തിൽ ഇങ്ങനെ ആവയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് വേണം? അതിനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ശരിക്കും വേണ്ടതാണോ എന്ന് ആർക്ക് കൊടുക്കണം? അന്ന് നോക്കും. തലാമസ് നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുക? സെറിബ്രത്തിലേക്ക് അയക്കും അല്ലേ. അവർ പിന്നെ അത് ബാക്കി നോക്കിക്കോളും. അപ്പം ഈ സെറിബ്രത്തിലേക്കൂടെ കൺട്രോൾ ചെയ്യണേ ആര് വേണം? ഈ തലാമസ് വേണം. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അവയവങ്ങളെ പരിശോധിച്ചിട്ട് അതിൽ പ്രാധാന്യമുള്ളവ ആര് കൊടുക്കുന്നുണ്ട്? സെറിബ്രത്തിലേക്ക് അയക്കുന്ന ആരാണ്? ഈ തലാമസാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? അവയവങ്ങളെ പുനഃപ്രസരണം ചെയ്യുന്ന ഫങ്ഷൻ. ആരുടെ ഫങ്ഷൻ? തലാമസിൻ്റെ ഫങ്ഷൻ. അതാണ് പഠിക്കേണ്ടത് അല്ലേ. അവയവങ്ങളെ സെറിബ്രത്തിലേക്ക് പുനഃപ്രസരണം ചെയ്യും അല്ലേ. സെറിബ്രത്തിലേക്ക് വരുന്നവയും അവിടെ നിന്ന് പോകുന്നവയും അല്ലേ. അപ്പം ഈ സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ആരാണ്? ഈ തലാമസാണ്. അപ്പോൾ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണെന്ത്? ഈ തലാമസ്. പഠിക്കേണ്ട അതാണ്. ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ സെറിബ്രത്തിലേക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ മെഡുല്ല ഒബ്ലോങ്ങേറ്റ് അല്ലേ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ് എന്ന് നമുക്കറിയാം സെറിബ്രത്തിൻ്റെ ചുവടെ ഉണ്ടല്ലേ, ചുവട്ടിൽ അല്ലേ, ഈ ഭാഗം നമ്മുടെ തലയുടെ കഴുത്ത് ഭാഗമില്ലേ, സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കുക. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ഇവിടുത്തെ അട്ടടക്കിട്ടി അപ്പം തീർന്നു എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, അനൈച്ഛിക നമ്മുടെ ഇഷ്ടത്തോടെ നടക്കുന്നതല്ല. ഹൃദയസ്പന്ദനമാണോ? അല്ല. ശ്വാസോച്ഛ്വാസമാണോ? അല്ല. ഇല്ല, നമ്മൾ പിടിച്ചു വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്?
ചത്തുപോകും. അപ്പോൾ അതൊക്കെ സ്വാഭാവികം നടന്നു പോകുന്ന കാര്യങ്ങളാണ് എന്ത്, ഹൃദയസ്പന്ദനവും ശ്വാസോച്ഛ്വാസവും. സോ അനൈച്ഛികമാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല, അത് ഓട്ടോമാറ്റിക് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. സോ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റ ആണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റ ആണ്. ഇനി അടുത്ത് അതുപോലെ വരുന്ന എന്താണെന്ന്, ഹൈപ്പോതലാമസ്. അതായത് തലാമസിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? ഹൈപ്പോതലാമസ്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തര സമസ്ഥിതി, ആന്തര മീൻസ് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻ്റെ എല്ലാം സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവരാണ്. അപ്പോൾ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലോങ്ങാറ്റ, ഹൈപ്പോതലാമസ്. പഠിക്കേണ്ട ഇങ്ങനെ പഠിക്കും, പ്രധാന ഭാഗങ്ങൾ ചോദിക്കത്തില്ല നമുക്ക് അല്ലേ. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങാറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് അങ്ങനെയും ചോദിക്കാം അല്ലേ. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് എന്ന് പഠിക്കാം. ഇനി സുഷിമ്ന എന്ന് പറഞ്ഞ സംഭവം അല്ലേ. സുഷിമ്ന കേന്ദ്രനാഡി വ്യവസ്ഥയുടെ നെക്സ്റ്റ് പാർട്ട് സുഷിമ്നയാണ്. അതായത് തലച്ചോറ് കഴിഞ്ഞിട്ട് മെഡുല്ല ഒബ്ലോങ്ങാറ്റയാണ് വരും അല്ലേ. അതിൻ്റെ ഭാഗം കഴിയുമ്പോൾ വരുന്നതാണ് സുഷിമ്ന എന്ന് വരുന്ന സംഭവം. തലച്ചോറ്, അതിനകത്ത് ആരുണ്ട്? മെഡുല്ല ഒബ്ലോങ്ങാറ്റ ഇല്ലേ, തൊട്ട് താഴെ കാണുന്ന ഭാഗമാണെന്ത്? സുഷിമ്ന എന്ന് പറയുക. അപ്പോൾ ഇത് സുഷിമ്ന ശരിക്കും എവിടെയാണ്? നമുക്ക് നട്ടെല്ല് താഴെ വരുന്നില്ലേ, തലച്ചോറ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ താഴെ എന്താ വരുന്നുണ്ട്? നട്ടെല്ല് ഇവിടെ വരുന്നുണ്ട്. അതിനകത്താണ് ആര് കാണുക? ഈ സുഷിമ്ന കാണപ്പെടുക. അകത്താണ് സുഷിമ്ന കാണപ്പെടുക എന്ന് പറയാം. അപ്പോൾ സുഷിമ്ന എന്താണ്? സുഷിമ്ന നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുക. സുഷിമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് ഈ നമ്മുടെ മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷിമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകവും ഉണ്ടെന്ന് പറയാം. ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ സുഷിമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാനലും ആരുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകമുണ്ട്. അപ്പോൾ നോക്കുക, സുഷിമ്നയെ പൊലിഞ്ഞു ആരുണ്ട്? ഇവിടെ വെൻറ്റിസ് എന്ന് പറയപ്പെടുന്ന ആവരണമുണ്ട്. ആ വെൻറ്റിസ് 3 പാളി സ്ഥലം തന്നെയാണ്. അതിനിടയ്ക്ക് ആരുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകമുണ്ട് അല്ലേ. അവരവർക്ക് പോഷണം കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, കൂടാതെ എന്താണ്, ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെയും ഉണ്ട് സെറിബ്രോസ്പൈനൽ ദ്രാവകം. സുഷിമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ, ഇത് സുഷിമ്നയാണെങ്കിൽ അകത്തൊരു കനാൽ ഇങ്ങനെ നടുക്കൂടൊരു വള്ളി പോലെ, ഇത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, സെൻട്രൽ കനാൽ പോലെ പോകുന്നുണ്ട്. അപ്പോൾ സുഷിമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ ചാല്, കനാലില്ലേ, കനാൽ മീൻസ് ചാല് അല്ലേ, അതിലും ആരുണ്ട്? ഒരു ഹോൾ അല്ലേ, അതിലും ആരുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകം പോകുന്നുണ്ട് അതുവഴി അല്ലേ. അപ്പോൾ ഇതെന്താ പറയുക? ഇനി സുഷിമ്നയുടെ ബാഹ്യഭാഗത്തിന് പറയുന്ന പേര് വൈറ്റ് മാറ്റർ എന്നും ആന്തരഭാഗത്ത് പറയുന്ന പേര് ഗ്രേ മാറ്റർ എന്ന് പറയുന്നു അല്ലേ. ആന്തരഭാഗം ഗ്രേ മാറ്ററാണ്, ബാഹ്യഭാഗം വൈറ്റ്. മറ്റതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നേക്കുന്നത് ഇവിടെ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കോർട്ടെക്സ് പഠിച്ചില്ലായിരുന്നോ? സെറിബ്രം അതുപോലെ തന്നെ ഇവിടെ സുഷിമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ്, സുഷിമ്ന വെളുത്തായിരിക്കുക. സുഷിമ്നയുടെ ഒരുപാട് നാഡിയുണ്ട് അവിടെ, അതുകൊണ്ടാണ് ആവയവങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്. സോ സുഷിമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്റർ എന്നാണ് പറയുക. ഓക്കെ, സുഷിമ്ന വൈറ്റാണെന്ന് ഓർത്താൽ മതി. വൈറ്റാണ് എപ്പോഴും നൂല്, വെള്ള നൂല് പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ വലിയ മീനിൻ്റെ അതിൻ്റെ എല്ലില്ലേ, നടുക്കൂടുള്ള മുള്ളില്ലേ, അതിന് നടുക്കുവശം നോക്കിയാൽ നമുക്കൊരു നേർത്ത നൂല് പോലൊക്കെ കാണാൻ പറ്റും. വലിയ മീനിൻ്റെ കേട്ടോ, ചെറുതല്ല, മത്തിയൊന്നുമല്ല, ചെറുതല്ല. സുഷിമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് സുഷിമ്ന നാഡികളെ പറ്റിയാണ്. സുഷിമ്നയിൽ നമ്മൾ നോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 31 ജോഡി സുഷിമ്ന നാഡി പുറപ്പെടുവിക്കുന്നു. 31 ജോഡിയാണ് എന്ത് പറയുക, സുഷിമ്ന നാഡികൾ ഉണ്ടായിട്ടുള്ളത്. 31 ജോഡി, 31. അത് ചോദ്യമാണ്. ഇനി ഓരോ സുഷിമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. നേരത്തെ മുമ്പ് പടം കണ്ട പോലെ ഒന്ന് പഠിച്ചു നോക്കാം അല്ലേ. ഡോർസൽ റൂട്ടും വേണ്ട, അതൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് എന്തും ചോദിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഓരോ സുഷിമ്ന നാഡിയും ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നുണ്ടാകുന്നുണ്ട്. ഇവിടെ നോക്കുക, സംവേദ അവയവങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷിമ്നയിലേക്കും പ്രേരക അവയവങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രേരക അവയവങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള അവയവങ്ങളെ മസ്തിഷ്കത്തിലേക്കും
തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. അതുപോലെ തന്നെ നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. നടക്കുക, ഓടുക ഐച്ഛിക ചലനങ്ങളല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന ആവർത്തന ചലനത്തിനെ ഏകോപിപ്പിക്കുന്ന ആരാണ്? സുഷുമ്നയാണ്. അപ്പോൾ ഇവിടുത്തെ ഭാഗം നമുക്ക് സെറിബ്രവുമായി കണക്ട് ചെയ്യാം. ബട്ട് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും അതാരുടെ ഫംഗ്ഷനാണ്? സുഷുമ്നയുടെ ഫംഗ്ഷനാണ്, ധർമ്മമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്ന ആരാണ്? സുഷുമ്നയാണ്. കൂടാതെ തന്നെ നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ആരാണ്? സുഷുമ്നയാണ്. ഓക്കെ, അവിടെയാണ് പോയിൻ്റ്. നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ആരാണ്? സുഷുമ്ന എന്ന ആളാണ്. സുഷുമ്ന എന്ന് പറയുന്ന ആളാണ്.